ഹായ് ഫ്രണ്ട്സ്, കുറേ നാളായിട്ട് വിചാരിക്കുന്നു മാമ്പഴപ്പുളിശ്ശേരി കഴിക്കണം. പക്ഷേ സീസൺ അല്ലാത്ത കാരണം മാങ്ങ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് കുറച്ച് മാങ്ങ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു മാങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ചധികം പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത് മുങ്ങി നിൽക്കാൻ മാത്രം വെള്ളം എന്നിവ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക. പെട്ടെന്ന് വെന്തിട്ട് ഒരു തിള വന്ന ഉടനെ വെന്തിട്ടും ഇത് അടുപ്പിൽ വെച്ചിട്ട് വേറെ എവിടെയും പോകാൻ പാടില്ല. അരപ്പ് റെഡിയാക്കുക. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയുള്ളി, പിന്നെ പുളിക്ക് ആവശ്യമായ തൈര് എന്നിവ അരച്ചെടുക്കുക. ചടപടേന്ന് അരച്ചെടുക്കണം. അപ്പോഴത്തേനും മാങ്ങ വെന്ത് കിട്ടും. അപ്പോൾ അതിനകത്തേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി എടുക്കുക. പതുക്കെ മിക്സ് ചെയ്യണം. മാങ്ങ ഉടയാതെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് തിക്ക് കട്ടിയായി പോകും തണുത്ത് കഴിഞ്ഞതിന് ശേഷം. അതിന് വറവിടുക. അതിനകത്തേക്ക് വെളിച്ചെണ്ണ, കടുക്, നമ്മുടെ ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ഇട്ടിട്ട് നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ചോറിന് വേറെ ഒരു കറിയും വേണ്ട. മാങ്ങ എപ്പോഴും കിട്ടുമെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.